തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അമ്പനാട് ദേശത്ത് ഇങ്ങനെ ഉച്ചപ്രഭാഷണയിൽ കൂടി ഇങ്ങനെ ഒരു സംഭാഷണം നടത്തുക വലുവിനായി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നല്ല നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് വ്യത്യസ്തമായ ചിന്താധാരകൾ തിരയാൻ സാധ്യതകളേറെയാണ്. ഇതൊരു മതപ്രഭാഷണവും ഇത് മതത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗമായതുകൊണ്ട് വേണ്ടത്ര രീതിയിൽ ഗൗനിക്കാതെയും ശ്രദ്ധിക്കാതെയും നാം ഇരിക്കാൻ സാധ്യതകളേറെയാണ്. അതുകൊണ്ട് പ്രാരംഭമായി ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നത് ഇതൊരു മതത്തിൻ്റെതായ കൂട്ടിൽ നിൽക്കുന്ന ഒരു പ്രഭാഷണം അല്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന്മേൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നതായ കഞ്ചാവ്, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, മദ്യപാനം, തലമുറകളുടെ സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾ എന്നിവയെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ സുവിശേഷ വാഹന യാത്രയാണ് ഈ ഗ്രാമത്തിൽ എത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സന്ദേശം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ സന്ദേശം ക്ഷമാപൂർവം നല്ല മനസ്സോടെ നിങ്ങൾ ഏറ്റെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിനും തുടർന്നുള്ള നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഒരു കാലഘട്ടത്തിന്റെ അകത്ത് ഈ ലോകത്തിൻ്റെതായ ലഹരി പദാർത്ഥങ്ങൾക്ക് അഡിക്റ്റായി മാറിയ രണ്ട് ചെറുപ്പക്കാരാണ് ഈ ദേശത്ത് എത്തപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനത്തിൽ എന്തെന്നറിയാതെ ലഹരികൾക്ക് അഡിക്റ്റായി മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ മദ്യപിക്കുകയും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ കഴിയാതെ ഞങ്ങൾ വളരെ വിഷമഘട്ടത്തിലായിരുന്നപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ സന്ദേശം ഞങ്ങൾക്ക് കേൾക്കുവാനും ആ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിപ്പാനിടയായി മാറിയത്. അതുകൊണ്ട് ഈ യൗവനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്ന ഈ സന്ദേശം നിങ്ങൾ സസത്വം ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം എന്ന് പറയുന്ന നാട് വളരെ സുന്ദരമാണ്. പ്രകൃതി ഭംഗി കൊണ്ടും സാക്ഷരത കൊണ്ടും ഏറെ മുൻപന്തി നിൽക്കുന്ന കേരള സംസ്ഥാനം ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ല സംസ്ഥാനമായി അറിയപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ ആന്തരികമായ സംഭവ വികാസങ്ങൾ നടക്കുന്നത് വളരെ മനുഷ്യന് ആശാവഹമായ കാര്യങ്ങളല്ല. കുടുംബ തകർച്ചകളും ലഹരിയുടെ നീർവാഴ്ചകളും അതുപോലെ സ്കൂൾ, കലാലയം, അതുപോലെ പ്രൈമറി, സെക്കൻഡറി സ്കൂളുകൾ വരെ നമ്മുടെ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഹബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ദുഃഖകരമായി വളരെ മാനസിക പ്രയാസത്തോടുകൂടി ഞങ്ങൾ ഈ ദേശത്തോട് വിളംബരം ചെയ്യട്ടെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു മേഖലയാണ് നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നല്ല ഒരു ആത്മീയ അന്തരീക്ഷം കൊണ്ടുവരിക. നമ്മൾ പല ദൈവങ്ങളെ സേവിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. ഈ ദൈവങ്ങളെല്ലാം നമ്മൾ പറയുന്ന പല തത്വങ്ങളുണ്ട്, തത്വസംഹിതകളുണ്ട്. ആ സംഹിതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തലമുറകളെ വളർത്തുന്നവരാണ്. പക്ഷെ പലപ്പോഴും മനുഷ്യന്റെ പാവപങ്കുലമായ ജീവിതത്തിന് അടിവരയിടുവാൻ കഴിയാതെ ഈ തത്വസംഹിത വെറും തത്വത്തിലും വെറും മാനുഷികമായ ജ്ഞാനത്തിലും ഒതുങ്ങിക്കഴിയുമ്പോൾ അതിന്റെ അപ്പുറമായി ഒരു ആത്മീയ മേഖല ഉണ്ടെന്ന് ഉണർത്തിക്കുവാനും ലോകം തരുന്ന സമാധാനത്തെക്കാൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് നിത്യമായ ഒരു സമാധാനം തരുവാൻ ഈ ലോകത്തിൽ ഒരുവൻ ജനിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിളംബരം ചെയ്യുവാൻ ഈ ദേശത്ത് ഞങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു. പ്രിയ മാതാവേ, പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിരവധി ചിന്താധാരകൾ ഉണ്ടാകാം. അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ സമാധാനമില്ലാതെ അലയുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. നിങ്ങളുടെ കുടുംബജീവിതം ഏറെ തകർന്നുപോയ ഒരവസ്ഥയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ പോലും ശാന്തതയോ സമാധാനമോ സ്വസ്ഥതയോ ലഭിക്കാതെ പോയ ഒരു കാലമായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തുള്ള ജീവിത സാഹചര്യം. എന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾ പരിഹാരം നേടുവാൻ നിങ്ങൾ പല മാർഗങ്ങൾ അവലംബിച്ചെന്നിരിക്കാം. എന്നാൽ അതിന്റെ നടുവിൽ പലതും പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ചിലർ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുവാൻ വേണ്ടി സ്വയം ജീവനെ അർപ്പിച്ച് അവർ ആത്മഹത്യ പ്രവണതയിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് ഇത്തവണ ഞങ്ങൾ ഓർപ്പിക്കുന്നു. ആത്മഹത്യ ജീവിതത്തിൽ പരാജയപ്പെടുന്നവന്റെ മാർഗമാണ്. ജീവിതത്തിൽ വിജയിക്കുന്നവൻ ഒരിക്കലും അവൻ സ്വയം ജീവനെ അർപ്പിക്കുകയല്ല, മറിച്ച് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അവന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ വലിയവനായ ദൈവത്തിൽ അവന്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ശക്തി നൽകുന്നതാണ് മാനസാന്തര അനുഭവം, അതുപോലെ യേശുക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ജയം പരാജയമല്ല, മറിച്ച് അതൊരു ജയത്തിന്റെ ഒരു ജീവിതം നയിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിനേക്കാൾ ഉപരി കാണുന്ന ഈ ലോകത്തിലുള്ള പ്രത്യാശ വെച്ചുകൊണ്ട് നാം പലപ്പോഴും അവിടുന്ന് നമ്മുടെ മനസ്സുകൾ സന്തോഷിക്കാറുണ്ട്. എന്നാൽ കാണാത്തത് ഒന്നിനെ നിങ്ങളുടെ മുമ്പ് ഞങ്ങൾ വിളിച്ചറിയിക്കുകയാണ്.
നിത്യമായ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നേടിയെടുക്കാൻ പറ്റാത്ത മറ്റൊരു സമാധാനമുണ്ട്. ആ സമാധാനമാണ് നിത്യമായ സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെടുമ്പോൾ ഈ സമാധാനം തീരുകയില്ല, മറിച്ച് മരണാനന്തരമായ ഒരു ജീവിതമുണ്ടെന്നും നിത്യമായ ഒരു ജീവനുണ്ടെന്നും ഞങ്ങൾ ഇത്രയിൽ ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും എത്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ മധ്യയിൽ ആഞ്ഞടിച്ചാലും ശരി, ഈ ലോകത്തിൽ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ ഈ ലോകത്തിന്റെ വാസമല്ല, നിത്യമായ ഒരു ലോകമുണ്ട്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്ന ഒരു ലോകമുണ്ട്. അത് നിത്യജീവനായി നമ്മൾ ഇവിടെ അർപ്പിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭാര്യ സഹോദരങ്ങളെ, മനുഷ്യരുടെ അകത്ത് ദേഹം, ദേഹി, ആത്മാവ് 3 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് അമൂല്യമായി ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒന്നാണ് ആത്മാവ് എന്നുള്ളത്. ഈ ആത്മാവിനാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയും ആത്മരക്ഷ എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, രക്ഷ പ്രാപിപ്പാൻ പല മാർഗങ്ങൾ നാം അവലംബിക്കാറുണ്ട്. യാഗയജ്ഞങ്ങൾ, അതേപോലെ പാപങ്ങൾ ഏറ്റുപറയുക, യാഗങ്ങൾ അർപ്പിക്കുക, തർപ്പണങ്ങൾ ചെയ്യുക, കർമാചാരങ്ങൾ ചെയ്യുക, ഇങ്ങനെ നിരവധി മാർഗങ്ങൾ നാം അവലംബിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിത സ്വഭാവത്തെയോ നമ്മുടെ ഹൃദയത്തെയോ നമ്മുടെ പാപത്തെയോ മാറ്റാൻ കഴിയുന്നതല്ല എന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രയത്നം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും രക്ഷ സമ്പാദിക്കാൻ വേണ്ടി പല മാർഗങ്ങൾ അവലംബിച്ചതാണ്. പക്ഷെ അതെല്ലാം പരാജയത്തിലേക്ക് കടന്നുപോയപ്പോൾ ഞങ്ങളെ രക്ഷിച്ചതും ഞങ്ങളെ വീണ്ടെടുത്തതും ഞങ്ങളെ ഇന്ന് ധൈര്യത്തോടെ ഈ ദേശത്തോട് ഈ സത്യപർവാൻ അർപ്പിക്കുവാൻ അല്ലെങ്കിൽ അറിയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി മാറ്റിയതും ഒരു മാർഗമാണ്. ഏതാണ് മാർഗമെന്ന് ചോദിച്ചാൽ, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കാണിച്ചു തന്ന സ്നേഹത്തിന്റെ മാർഗം. എന്താണ് യേശു ക്രിസ്തു എന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ കാരണം, യേശു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല, അവര് സംഘടനയുടെ ദൈവമല്ല, മറിച്ച് യേശു ക്രിസ്തു അത് മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി ഇഹലോകത്തിലേക്ക് താണിറങ്ങി വന്ന് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ഗോൽഗോഥാ മലയിൽ ജീവനർപ്പിച്ച, ഇന്നും പിതാവിന്റെ വലഭാഗത്ത് മധ്യസ്ഥി അണയ്ക്കുന്ന ജീവനുള്ള ദൈവമാണെന്ന് ഇന്ന് ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജയില്ല. കാരണം അനേക നേതാക്കന്മാർ ഭൂമിയിൽ അവിടുന്ന് ജനിച്ചിട്ടുണ്ട്, അനേക അവതാരങ്ങൾ ഈ ഭൂമി ജനിച്ചു മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു അവതാരങ്ങളും ഒരു നേതാക്കന്മാരും അവിടെ കല്ലറകൾ പിളർന്ന് വെളിയിൽ വന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടില്ല. അതേ മത നേതാക്കന്മാരുടെ ആത്മീയാചാര്യന്മാരുടെ സകലതും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അത് ഏത് കല്ലറയാണെന്ന് ചോദിച്ചാൽ അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. ഇന്നും തുറന്നു കിടക്കുന്ന കല്ലറയിലേക്ക് നോക്കി പറയുന്നു, അവൻ എടുക്കപ്പെട്ടു സ്വർഗത്തിൽ പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നു. അതുകൊണ്ട് മാന്യമിത്രമേ, ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഈ സന്ദേശം എന്ന് പറയുന്നത് ഒരിടത്ത് പുണ്യസ്ഥലം തേടി പോകുന്നതല്ല, മറിച്ച് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇരിക്കാൻ യേശു ക്രിസ്തുവിന് ഇരിപ്പിടം കൊടുത്താൽ ആ ഹൃദയമാണ് നിങ്ങളുടെ പുണ്യസ്ഥലം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പാപമംഗലമായ ജീവിതത്തോടും മദ്യപാനത്തോടും കഞ്ചാവിനോടും മയക്കുമരുന്നിനോടും മറ്റ് സോഷ്യൽ മീഡിയകൾ വരുത്തുന്ന അഡിക്റ്റിനോട് നിങ്ങൾ വിട പറഞ്ഞ് ആത്മീയമംഗലമായ ഒരു ജീവിതം നയിക്കാൻ താങ്കൾ തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു, താങ്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം അവിടെ നിന്ന് പരിഹാരം തരുവാൻ സർവശക്തനായ ദൈവമാണ്. പ്രകൃതിയല്ല ദൈവം, പ്രകാശമല്ല ദൈവം, മറിച്ച് പ്രകൃതികളെ ഉണ്ടാക്കിയവനും ഈ കാണുന്ന പ്രകാശത്തെ സൃഷ്ടിച്ചവനുമായ സൃഷ്ടിതാവായ ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. എന്താണ് അവനെ സൃഷ്ടിതാവിനെ വിളിക്കാൻ കാരണം? ഒരു കന്യകയുടെ ഉദരത്തിന്റെ അകത്ത് ഒരു മാനുഷിക ഇടപെടലില്ലാതെ കന്യകനകത്ത് ജനിക്കാൻ പ്രാപ്തിയുള്ള ദൈവത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവൻ സർവസൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ സകല മാനവരാശിയും പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്ന് വിശുദ്ധ തിരുവചനത്തിൽ പറയുന്നു. അതേ, പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഏക ദൈവം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. മാന്യ സഹോദരങ്ങളെ, അതുകൊണ്ട് ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ അനേകർ വിളിച്ചു പറയുന്നുണ്ട്, മദ്യവിമുക്ത കേരളം എന്ന് വിളിച്ചു പറയുമ്പോ അവർ പറയുന്നവര് പോലും സന്ധ്യായാമങ്ങളിൽ അവർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. പകൽവേളയിൽ മദ്യത്തിനെതിരെ അവർ പ്രസംഗിക്കുന്നു, എന്നാൽ അവർക്ക് പോലും ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു കൂട്ടരല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ പരിപൂർണമായ ജീവിത തലങ്ങളിൽ മാറ്റി എഴുതി മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു പാപത്തിന്റെ പങ്കുലമായിരുന്ന പാപ ജീവിതത്തെ വിട്ട് യഥാർത്ഥമായ ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ
നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അവിടെ നിറച്ചത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അതേ സഹോദര, സമാധാനത്തോടെ ഒരു ജീവിതം നയിപ്പാൻ, സ്വസ്ഥതയോടെയും ഒരു ജീവിതം നയിപ്പാൻ, സന്തോഷപൂർണമായ ഒരു ജീവിതം നയിപ്പാൻ ഈ ലോകത്തിൽ ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ മാർഗത്തിന് മാത്രമേ താങ്കളുടെ ജീവിതത്തിൽ സമാധാനമായ ഒരു ജീവിതം നയിപ്പാൻ കഴിയത്തുള്ളൂ. ഞങ്ങളുടെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുക, മാനസാന്തരപ്പെട്ട സുവിശേഷത്തെ വിശ്വസിക്കുക, എന്നാൽ നിങ്ങളുടെ പേരുകൾ ദൈവപുസ്തകത്തിൽ എഴുതുവാനിടയായി മാറും. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഈ ലോകത്തിൽ വാസം ചെയ്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ സന്നദ്ധിയിൽ വലതുഭാഗത്ത് ഇന്നും മനുഷ്യന് വേണ്ടി മധ്യസ്ഥി അടയ്ക്കുന്ന യേശു ക്രിസ്തുവാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, അവൻ കരുണയുള്ളവനാണ്, അവൻ മനസ്സറിവ് കാണിക്കുന്ന ദൈവമാണ്, അവൻ നമ്മോട് ദയ കാണിക്കുന്ന ദൈവമാണ്. ഏതൊരു വിഷയത്തിന്റെ അകത്തും ജാതിയോ മതമോ വർണ്ണമോ വർഗമോ താഴവനെന്നോ ഉയർന്നവനെന്നോ കുബേരനെന്നോ കുബേരനെന്നോ ഒരു വർഗ വ്യത്യാസം കാണാതെ അവനെ വിളിച്ചു പറയുന്ന യേശുവേ, എന്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് നിന്റെ ഹൃദയം തുറക്കാൻ ഇന്ന് പകലിൽ നിന്റെ ഹൃദയം ഒന്ന് തുറന്നാൽ ഇന്ന് പകലിൽ പറയുകയാണ്, അവൻ നിന്നോട് കൂടി ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് യേശു ക്രിസ്തു, അതാണ് ദൈവവചനം എന്ന് പറയുന്നത്. ആ വചനത്തിന് ശക്തിയുണ്ട്. ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ മാറ്റാൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ മാറ്റാൻ കഴിയും, ചിന്താധാരകളെ മാറ്റാൻ കഴിയും. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ താങ്കൾ ഒരു നിരീശ്വരവാദിയായിരിക്കാം. നിരീശ്വരവാദികൾക്ക് ജീവിക്കണമെങ്കിൽ ഭൂമി ഉലകത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകലവിധ മൂലക പദാർത്ഥങ്ങളും ആവശ്യമാണ്. യുദ്ധങ്ങളും യുദ്ധ കൊടുമ്പിരികളും ദേശത്ത് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ദൈവമില്ലെന്ന് വാദിക്കുകയും ദൈവത്തെ ഭയം കൂടാതെ ഈ ലോകത്തിൽ സ്വൈര്യം നടത്തുകയും ചെയ്യുന്ന മനുഷ്യ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആത്മീക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഒരു കൂട്ടം തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്വമില്ല, മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത തലമുറകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹബന്ധം നമ്മുടെ നിഘണ്ടുവിൽ എഴുതപ്പെട്ടിട്ടില്ല. സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ കഴുത്തരത്ത് നിരിച്ചുകൊല്ലാനും സ്വന്തം മാനവീയ പെങ്ങന്മാരെ മാനവീയ വരുത്തി തോടുകളിൽ വലിച്ചെറിയുവാനും പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും മാംസമുക്കുകളായി കണ്ടുകൊണ്ട് ലോകത്തിന്റെയും തെരുവുകളിലും നദികളിലും ഒക്കെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ മാന്യ സഹോദര. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, താങ്കളുടെ ഒരു ഈശ്വരനും താങ്കളുടെ പരിപൂർണമായ ഒരു സമാധാനത്തിലേക്ക് വരുത്താൻ കഴിയാതിരിക്കുമ്പോ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മനുഷ്യന്റെ മൃഗപ്രായമായ സ്വഭാവത്തെ മാറ്റിയെടുത്തി മനുഷ്യനെ മനുഷ്യത്വത്തിലേക്കും മനുഷ്യന്റെ സ്വഭാവം ദൈവത്വത്തിലേക്കും കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആ വലിയ മാറ്റം നമ്മുടെ ഹൃദയത്തിൽ വരുത്താൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ താങ്കൾ വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് പകലിന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. വിശുദ്ധ തിരുവചനത്തിൽ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ ഒരു സഹോദരി യേശുവിനെ കാണാൻ വേണ്ടി വന്നു. എന്താണ് ആ സഹോദരിയുടെ ആവശ്യം? ഒന്ന്, 12 വർഷമായി തന്റെ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാരക രോഗമാണ്. ആ മാരക രോഗം എന്തെന്ന് ചോദിച്ചാൽ രക്തസ്രാവമാണ്. 12 വർഷമായി ഏറിയ ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചു. നിരവധി പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നിരവധി സമ്പാദ്യങ്ങൾ തനിക്ക് വേണ്ടി മുഴുവൻ സമ്പാദ്യം അതിനോട് ചെലവഴിച്ചു. എന്നാൽ അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ യേശുവിന്റെ വർത്തമാനം കേട്ടു. യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ സഹോദരി പറഞ്ഞു, ഞാൻ ഈ യേശുവിനെ ഒന്ന് തൊടാൻ പോവുകയാ. അവന്റെ മുമ്പിൽ ചെല്ലുവാൻ അവൾക്ക് കഴിയത്തില്ല. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിപ്പാനിടയായി. അവൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവളുടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ ശക്തി പുറപ്പെട്ട് അവളുടെ രോഗത്തിൽ സൗഖ്യമാക്കിയതായി കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ